മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയിലെ ഒരു അത്ഭുതമാണ് കിരീടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല, കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിൽ ഓർക്കുന്നു എല്ലാവരെയും. ലോഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്. തൂവാനത്തുമ്പികളുടെ സിനിമ അന്നും ഞാൻ പാർവതിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് ഉണ്ണി, ദിനേശ്, ഇപ്പം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, വേദപ്പുറം സാർ, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഇരിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒരു റെസ്റ്റോറേഷൻ ഒന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രിൻ്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോയുണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാണ്. അത് കഴിഞ്ഞ് 10ലാണ് മാർക്കിടുന്നത്. 10 അല്ലെങ്കിൽ 100ലാണ്, 100ലാണ് മാർക്കിടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡ്. അതുപോലെ അടുത്തത് ഭാരതം, അന്നും നാഷണൽ അവാർഡാണ്, അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. ഷിബി, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പിന്നെ മാറ്റങ്ങൾ സിനിമയിലുണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അതിലെ ഗാനം, ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം, പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൈതപ്രം സാർ, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷമാണ്. പക്ഷേ ഇങ്ങനൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സിനിമ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കിരീടം. പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം ഞാനിപ്പം ഈയിടെ വീണ്ടും വന്നപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആൻഡ് ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ എന്തോ കാര്യം പറയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. എനിക്കൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് പോയപ്പം ഇയാൾ തന്നെ പോയിട്ട് 2 ഗ്ലാസ് എടുത്തു, എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കി. അപ്പം അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. താഴെ 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ, ഇതുകൊണ്ട് അതെടുത്തോണ്ട് പോയി. അപ്പോൾ വിശ്രമം ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ മണിയം പിള്ളരാജനും. എന്തായാലും ആ സൗഹൃദം ഇന്നും നിൽക്കുന്നു. കിരീടം ഉണ്ണിയായാലും ഇപ്പം ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ കിരീടം പാലം, ഒരു സിനിമയുടെ പേര് ഒരു ഇതിനൊക്കെ ഇടുക എന്ന് പറയുന്ന അത്രത്തോളം ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരുന്നു. കാര്യം ഇതൊരു ചുമ്മാ ഇടാൻ പറ്റുക, ഗവൺമെൻറ് അപ്രൂവലും കൂടെ വേണം. അതിലഭിനയിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഓർക്കുന്നു, ലോഹിതദാസിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സർ വൺസ് അഗെയിൻ ഫോർ കൺസിഡറിങ് us ആൻഡ് പ്രിസർവിങ് ദിസ് റിസ്റ്റോറേഷൻ ഇസ് എ ബിഗ് പ്രോഗ്രാം. നമ്മളെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാറ് പറയായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആരുടെങ്കിലും ഇത്തരം പോസ്റ്ററുകളോ പഴയ ഫോട്ടോസോ അങ്ങനെയുള്ള ഈ സിനിമകളുടെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ റിസ്റ്റോറേറ്റ്. അപ്പോൾ ഇപ്പം അതിൻ്റെ ടോട്ടൽ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മാറി. ഇപ്പം പണ്ട് ഫിലിം ബോക്സുകളിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിടും, പിന്നെ അത് കളഞ്ഞു പോകും. പക്ഷെ അതൊക്കെ മാറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പുറകിൽ ബോഡി അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. സറി ആ തീർച്ചയായും ഓക്കെ. അല്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിജയകുമാറിൻ്റെ വീട്ടിൽ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് നല്ലത് സംഭവിക്കട്ടെ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയാണ്, പക്ഷെ അവർ കണ്ടത് വേറൊരു ഫോർമാറ്റിലാണ്. അതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സേതുമാധവൻ്റെ ദുഃഖത്തിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പുതിയ അനുഭവമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിനാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിൻ്റെ വീട് മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്ക്. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന, ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സെബി എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയിലാണ്. ഓടത്തമ്മാവ ആളറിയാം എന്ന എൻ്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധമുണ്ട്. സെവനാർട്സ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ. എന്താ പറയുക, എ ട്രൂ ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും, എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ വിദേശമായിരുന്നോണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. ഹാജി ഹാജി എല്ലാത്തിനും ആരംഭിച്ച്. പിന്നെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ പഠിച്ചാണ് പ്യാർലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയമ്പിള്ള രാജു പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റില് ലാല് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ ചേട്ടൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിൻ്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെയും തിലകൻ ചേട്ടൻ്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ, ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്.
ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിൻ ഇടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്തെ വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിന്റെയും മജീദിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോബിയിലായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ച് എന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവന്റെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ വികാരവും, ആദ്യത്തെ സീനില് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛന്റെ സ്വപ്നം, ആ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട് ഇന്ന് കണ്ടായിരുന്നാലും ആർക്കും വളരെ ഇമോഷണൽ ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരന്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ, നാളെ മകൻ സബ് ഇൻസ്പെക്ടർ ആവും, പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്യുതൻ നായരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകന്റെയും മനസ്സിൽ ഒരു നൊമ്പരമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരന്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂ ടു ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാം ട്രൂ ടു ലൈഫ് ഫിലിമാണ് കിരീടം. ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ചടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പൊ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കിയണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദറിൻലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദറിൻലോ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഒരു സൈഡ് റൂമുണ്ട്, അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവനാർട്സ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശി ഇട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മദറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിന്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനിൽ റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ള ഒരു കരയുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം, പാർവതി, താങ്ക് യു സോ മച്ച്. പാർവതിയുടെ നേരിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതിയുടെയും ഉണ്ട്. ദേവി എന്ന് പറയുന്നത് ആ മുറപ്പെണ്ണിൻ്റെ വികാര വിചാരങ്ങൾ നമുക്കൊക്കെ സിമ്പതി തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ മാറി നിന്ന് നോക്കുന്ന സേതുമാധവൻ, അത് ഏത് കാമുകൻ്റെയും ആ മനസ്സിലെ വ്യഥയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നൊമ്പരത്തിൻ്റെയും കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, അതിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട്. പക്ഷെ അവരുടെ എല്ലാം തന്നെ പെർഫോമൻസുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ക്രിസ്റ്റ്യാനിൻ്റെ ആയിക്കോട്ടെ, ശങ്കരാടി സാറിൻ്റെ ആയിക്കോട്ടെ, കൊച്ചിൻ അനീഫ്കയുടെ ആയിക്കോട്ടെ, അങ്ങനെ മാമുക്കയുടെ ആയിക്കോട്ടെ, എൻ്റെ അച്ഛനായി അഭിനയിച്ച ഒടുവിൽ ആശാൻ്റെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ശ്രീനാഥിൻ്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും അവിസ്മരണീയമായ മുരളിയുടെ അഭിനയം. എനിങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഹൈദ്രോസിന്റെ ആ നടന്നു വരുന്ന ആ മസിൽ കാണിച്ചിരിക്കുന്നുണ്ട്, ആ വരുന്ന കീഴക്കാണ് തപ്പ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ജിമ്മൊക്കെ ആയിട്ട് വരുന്ന ഹനീഫ്കയുടെ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഇവരുടെ എല്ലാം തികുർ സാറിൻ്റെ ഒക്കെ ആ നല്ല നല്ല നിമിഷങ്ങൾ, ഷൂട്ടിംഗ് സമയത്തുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ
പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കിരീടം ഇന്ന് മലയാള സിനിമയുടെ കിരീടമായി ഇന്നും നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കായി നിലകൊള്ളുന്നു എങ്കിൽ, അതിന്റെ ശില്പികൾ അഭിനന്ദനം അർഹിക്കുന്നു. മലയാള സിനിമ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.